ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിലും വയനാടിൻ്റെ ദുരന്തം വിതച്ച മേഖലകളെ എങ്ങനെ നമ്മൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പുനരധിവാസത്തിലേക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ മനസ്സിന് ആവശ്യമുള്ളത് എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു പുനരധിവാസം ഏറ്റവും മികച്ച നിലയിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് തന്നെയാണ് സർക്കാരിൻ്റെ മുൻഗണനയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ന്യൂസ് ആൻഡ് വ്യൂസിലൊക്കെ പങ്കെടുക്കുമ്പോൾ മന്ത്രിമാർ അതുതന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഓർക്കുന്നു. അതായത് ആ മനുഷ്യരുടെ മനസ്സെന്താണ്, അവരുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടായിരിക്കും പുനരധിവാസം എന്നുള്ളത് ഏറ്റവും മികച്ച ലോകോത്തര സംവിധാനങ്ങളോടുകൂടിയ ഏറ്റവും മികച്ച പുനരധിവാസം എന്നുള്ളത്. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ പലവിധ വാഗ്ദാനങ്ങളുമായി എത്തുന്നുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള, സർക്കാരിന് വ്യക്തമായ ഉത്തരവാദിത്വവും സംരക്ഷണയുമുള്ള ആ മനുഷ്യരുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പുനരധിവാസമായിരിക്കും. അതിനകത്തേക്ക് വ്യക്തികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഓഫറുകളൊക്കെയും ടൗൺഷിപ്പ് ഓഫറുകളൊക്കെയും അതിൽ ഉൾക്കൊള്ളുന്നതായിരിക്കും. ആ നിലയിലേക്കുള്ള ഒരു വിപുലമായ പരിപാടിയിലേക്ക് നാട് കടക്കുകയാണ്. ആദ്യം നമ്മൾ രക്ഷാദൗത്യത്തിലായിരുന്നു. രക്ഷാദൗത്യവും കഴിഞ്ഞ് തെരച്ചിലിലാണ് ഇപ്പോൾ നമ്മൾ ഊന്നൽ നൽകുന്നത്. തെരച്ചിലും കഴിഞ്ഞ് മറുഭാഗത്ത് ക്യാമ്പും അവരുടെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തെ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഏറ്റവും ആശ്വാസകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അത് കഴിഞ്ഞാണ് പുനരധിവാസം എന്ന് പറയുന്നത്. ആ പുനരധിവാസത്തെക്കുറിച്ച് ആലോചിച്ച് 9ാം നാൾ നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് തന്നെ വ്യക്തതയോടെ കാഴ്ചപ്പാടോടെ പോകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടക്കുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് അതുതന്നെയാണ്. മറ്റൊന്ന് 9ാം നാളും തെരച്ചിൽ. ഇപ്പോൾ സന്തോഷ് ചൂരൽമലയിൽ നിന്ന് രാവിലെ ചേരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഞങ്ങളുടെയും പ്രതിനിധികൾ വിവിധ ഇടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടക്കുകയും ചെയ്യും. അപ്പോൾ സന്തോഷ് ചൂരൽമലയിൽ നിന്ന് രാവിലെ സജ്ജമായിട്ടുണ്ട്, നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ബെയിലി പാലത്തിലാണോ സന്തോഷ് ഉള്ളത്? ആ ബെയിലി പാലം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ദുരന്തം കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. സന്തോഷമൊക്കെ അതിനു മുമ്പ് ഈ മുമ്പ് പറഞ്ഞ ഗംഗാവാലി പുഴയുടെ തീരത്തായിരുന്നു. അവിടെ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് സന്തോഷ് നാട്ടിലേക്ക് വന്നത്. ആ സമയത്താണ് ഇവിടെ ഈ പുലർച്ചെ, കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ഈ വിവരം അറിയുന്നത്. അങ്ങനെ എല്ലാവരും അവിടേക്ക് വന്നു. അന്ന് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ് താൽക്കാലികമായൊരു പാലം കെട്ടിയുണ്ടാക്കി അന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ ഇക്കരെ എത്തിച്ചത്. അന്ന് സൈന്യത്തെ നമ്മൾ ഉടൻ വിളിച്ചു. സൈന്യം അത് കഴിഞ്ഞ് വന്നു. അടുത്ത ദിവസം വന്ന ഉടൻ തന്നെ ഒരു ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. 24 മണിക്കൂർ കൊണ്ട് ബെയിലി പാലം വന്നതോടെ വാഹനങ്ങളും അടുത്ത ദിവസം വൈകുന്നേരം കഴിഞ്ഞ് സന്ധ്യയോടുകൂടി രാത്രിയോടുകൂടിയാണ് വാഹനങ്ങൾ അക്കരയിലേക്ക് പോയി തുടങ്ങിയത് ചൂരൽമലയിൽ. അതാണ് ആ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ അത്രമേൽ അത് പതിഞ്ഞിട്ടുണ്ട്. സന്തോഷ് നിൽക്കുന്നത് ബെയിലി പാലത്തിലാണ്. സന്തോഷ്, ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ കാര്യം, ബെയിലി പാലത്തെ ആ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ ഓർത്തത് അതുകൊണ്ടാണ്. പറയും. ശരത്ത്, തീർച്ചയായും ബെയിലി പാലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ ദുരന്ത ബാധിത മേഖലയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എന്ന് പറയുന്നത് ഈ സൈന്യം നിർമ്മിച്ചിട്ടുള്ള ബെയിലി പാലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഇനി ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം, ഈ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുള്ളത്. 7 മണിക്ക് ശേഷം ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പ്രവേശനം അനുവദിക്കും. 7 മണി മുതൽ ശേഷമാണ് ഈ ബെയിലി പാലത്തിന് മുകളിലൂടെ ഈ മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും എല്ലാം തന്നെ പ്രവേശനം അനുവദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും ഇപ്പോൾ ഈ ബെയിലി പാലം കടന്ന് മുണ്ടക്കൈ മേഖലയിലേക്ക്, അവിടെ നിന്ന് കഴിയുമെങ്കിൽ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അവിടെ രക്ഷാപ്രവർത്തനം, അവിടെ നടക്കുന്ന ഈ തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ദൗത്യസേന അംഗങ്ങളെല്ലാം തന്നെ ഈ ബെയിലി പാലം കടന്ന് ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോയിട്ടുള്ളത്. ഇന്ന് വളരെ സമഗ്രമായിട്ടുള്ള ഒരു തെരച്ചിൽ, ആ തെരച്ചിലിന് വിവിധ സേനാ വിഭാഗങ്ങൾ അവരുടെ ഇവിടെയുള്ള അതിൻ്റെ തലവന്മാർ ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. പ്രധാനമായും ഈ തിരച്ചിൽ നടക്കുന്നത് ഈ ഉരുൾപൊട്ടലുണ്ടായ അതിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് മുണ്ടക്കൈ ചൂരൽമല വരെയുള്ള ഈ ഒരു പ്രദേശങ്ങളിൽ, മേപ്പാടി പഞ്ചായത്തിൻ്റെ ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരച്ചിൽ നടക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾ അവിടെ തിരച്ചിലിന് നേതൃത്വം നൽകും. 152 ആളുകളെ കൂടി ഇനി ഈ മേഖലയിൽ നിന്നും കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പരമാവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയുള്ള പരിശോധന, വീടിൻ്റെ മേൽക്കൂരകൾ മാറ്റി, അതോടൊപ്പം തന്നെ അതിനടിയിൽ ഉള്ള പരിശോധന, കിണറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഉൾപ്പെടെ വളരെ സമഗ്രമായി തന്നെയാണ് 1200ഓളം വരുന്ന ദൗത്യസേനാംഗങ്ങൾ ഇന്ന് ഈ ഒരു തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ
സൺറൈസ് വാലി മേഖലയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നും തുടരും. ഈ സൺറൈസ് വാലി മേഖല എന്ന് പറയുന്നത് അതീവ ദുർഘടമായ ഒരു പ്രദേശമാണ്. കാരണം അവിടെ പാറക്കല്ലുകൾ നിറഞ്ഞ വനപ്രദേശമാണ്. അവിടെ 12 അംഗ ദൗത്യ സംഘമാണ് ഇന്നലെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് അവിടെയുള്ള തിരച്ചിൽ ആരംഭിച്ചത്. അവിടെ നിന്ന് ഈ സൂചിപ്പാറ മുതൽ അരുണപ്പുഴ ചാലിയാറിൽ ചേരുന്ന ഈ സ്ഥലം വരെയാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്. ഈ 12 അംഗ സംഘത്തിൽ സൈന്യത്തിൻ്റെ ഘാതക് പ്ലാറ്റൂണിലുള്ള 6 കമാൻഡോകളും അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ്ങിലുള്ള 6 പേരും 2 പേർ വനം വകുപ്പിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുമാണ് ആ സംഘത്തിലുള്ളത്. കാരണം അവിടെ വന്യമൃഗങ്ങളുടെ ഉൾപ്പെടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വനം വകുപ്പിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് ഈ സൺറൈസ് വാലി മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള തിരച്ചിലിൽ മൃതദേഹങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 7 ശരീരഭാഗങ്ങൾ ആണ് ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ സൺറൈസ് വാലി മേഖലയിൽ നടത്തിയിട്ടുള്ള തിരച്ചിലിൽ ഇന്നലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഇന്നും ആ മേഖലയിൽ തിരച്ചിൽ തുടരും. അതിനാവശ്യമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ചേർന്നിട്ടുള്ള ഉന്നതതല യോഗത്തിൽ ആ തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മേഖലകളിൽ പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള മേപ്പാടി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്ന തിരച്ചിലിൽ പ്രാദേശികമായിട്ടുള്ള ഇവിടെയുള്ള പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കാരണം ഇവിടെയുള്ള കൃത്യമായ വഴികളും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ തിരച്ചിൽ നടക്കുന്നത്. അവർക്കറിയാം ഇവിടെയുള്ള വീടുകളും അതോടൊപ്പം തന്നെ മറ്റ് കിണറുകൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പരിചിതമാണ്. അതുകൊണ്ട് അവരുടെ സേവനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നത്. അത് പ്രധാനമായും ഈ പറയുന്ന പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടുന്ന ഈ മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് സൂചിപ്പാറ മുതൽ ഈ ചാലിയാറിൻ്റെ പ്രദേശങ്ങളിലുള്ള തിരച്ചിൽ ആ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് സൺറൈസ് വാലി മേഖലയിൽ, അതായത് മൂന്ന് മേഖലകളിലായാണ് ഈ തിരച്ചിൽ ഇന്നലെ നടന്നത്. ഇന്നും 3 മേഖലകളിലായി തന്നെയാണ് ഈ തിരച്ചിൽ സമാനമായ രീതിയിൽ തന്നെ നടക്കുന്നത്. വളരെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാവിലെ ഉൾപ്പെടെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു തിരച്ചിലിന് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ. ഈ ഹെലികോപ്റ്റർ ദൗത്യം സൺറൈസ് വാലി മേഖലയിൽ നടത്തേണ്ടുന്ന ഹെലികോപ്റ്റർ ദൗത്യം പോലും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്നലെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 8 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്നത് പിന്നീട് 11:30 കൂടിയാണ് അത് ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ ആ ദൗത്യം ആരംഭിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ അത് വളരെ ഊർജിതമായി തന്നെ ആ മേഖലയിലുള്ള തിരച്ചിൽ ഇന്ന് നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഒരു വിവിധ സേനാ വിഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനയും ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മേഖലയിൽ ഉള്ള സൂചനകൾ ആളുകളെ ഈ കണ്ടെത്താനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദൗത്യം തന്നെയാണ്, ഇടതടവില്ലാത്ത ഒരു ദൗത്യം തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ആകെ തകർത്തെറിഞ്ഞ ഈ മേഖലയെ അതിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവിടെയുള്ള അതിജീവനത്തിൻ്റെ 9ാം ദിവസം ഇവിടെ അതിജീവിച്ച ആളുകൾക്ക് അവരോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, അവർക്ക് വേണ്ടുന്ന പിന്തുണ സർക്കാർ നൽകുന്നുണ്ട്. അത് ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം മാറിക്കഴിയുന്നവർക്കെല്ലാം തന്നെയും യഥാസമയം അത്തരത്തിലുള്ള സഹായങ്ങളും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്തിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നിരവധി വീടുകൾ, നിരവധി കെട്ടിടങ്ങൾ, റിസോർട്ടുകൾ, അങ്ങനെ വലിയ നാശനഷ്ടം ഈ ഒരു ദുരന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് എത്തിച്ചു നൽകുക, 2 പുതിയ റേഷൻ കടകൾ ആരംഭിച്ചുകൊണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പോലും അവിടെ നിന്നും റേഷൻ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കുക, ആവശ്യമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘം തന്നെ ഇവിടെ നിലയുറപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായുള്ള ഒരു പ്രവർത്തനം, ഒറ്റക്കെട്ടായുള്ള ഒരു അതിജീവന ദൗത്യം തന്നെയാണ് ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ 9ാം ദിനത്തിലാണ് ഇന്ന് ഉള്ളത്. ശരത്ത്, ഈ 9ാം ദിനം ഈ തിരച്ചിലിൻ്റെ മറ്റൊരു ഇന്നത്തെ ഒരു പ്രത്യേകത, നേരത്തെ തിരച്ചിൽ നടത്തിയ സേനാ വിഭാഗങ്ങൾ മാറി
ആ ഭാഗത്ത് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ ആ മേഖലയിൽ മറ്റൊരു സേനാ വിഭാഗമായിരിക്കും ഇന്ന് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ എല്ലാം കൂടി സഹായത്തോടു കൂടി പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരെ കൂടി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു തിരച്ചിലും അതോടൊപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനവുമാണ് ഈ ദുരന്ത മേഖലയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരത്, ശരി, ഇപ്പോൾ സന്തോഷ് നിൽക്കുന്ന ആ ഒരൊറ്റ സ്ഥലം നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും വലിയ പാറക്കല്ലുകൾ. അത് ഇപ്പോൾ നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് നിന്നും ആരംഭിച്ച് കിലോമീറ്ററുകളോളം താഴേക്കാണ് ഈ വലിയ പാറക്കെട്ടുകൾ, പാറക്കഷ്ണങ്ങളൊക്കെ, പാറക്കല്ലുകൾ ഇങ്ങനെ താഴേക്കു പതിച്ച് ആ വരുന്ന വഴിയിലാണ് എല്ലാം തകർത്ത് ഇങ്ങനെ പോകുന്നത്. വലിയ മരങ്ങളും പാറക്കല്ലുകളും ഒക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം താഴെ ചൂരൽ മല വരെ എത്തുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത്ര ഭീതിതമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ നാട് ആ രാത്രി കടന്നുപോയത് എന്നുള്ളത്. ഒരു മനുഷ്യനെയും അവശേഷിപ്പിക്കാതെ മുണ്ടക്കൈയൊക്കെ നാമാവശേഷമാക്കിയാണ് മേലെ മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും ഒക്കെ തകർത്തെറിഞ്ഞ് ഒരു കാലത്തും അത്തരം ഉരുള് മേളിൽ പൊട്ടിയാൽ പോലും താഴെ വരാത്ത, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ലാത്ത, സുരക്ഷിതമെന്ന് ആ നാട്ടുകാർ കരുതിയ ഇടങ്ങൾ പോലും വലിയ തോതിൽ ദുരന്തത്തിന് ഇരയായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പുഴ നമ്മൾ കണ്ടു. ഇപ്പോൾ ബെയിലി പാലമൊക്കെ കാണിച്ചപ്പോൾ ആ പുഴ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ ഒരു ഓരത്തുകൂടി പുഴ ഒഴുകുന്നുണ്ട്. പക്ഷേ ആ കാണുന്ന പ്രദേശമാകെയും പരന്ന് കരകവിഞ്ഞ് വഴി മാറിയുമൊക്കെ ഇങ്ങനെ പുഴ ഒഴുകുന്നു. ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതൽ. നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഈ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഓരോ മനുഷ്യർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകാൻ വയ്യ. ചൂരൽമലയിലെ ഇപ്പുറത്ത് നിന്ന് അക്കരയിലേക്ക് കടന്നാൽ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ച മുണ്ടക്കയിലേക്കും മേലെ മുണ്ടക്കയിലേക്കുമൊക്കെ പോകാനാവുക എന്നുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആ പ്രശ്നം എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു വലിയ പ്രതിബന്ധം നേരിടുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനെയും അതിജീവിച്ചുകൊണ്ട് ആദ്യ മണിക്കൂറുകൾ തന്നെ, ഇത്തരം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ മണിക്കൂറുകൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്നലെ മന്ത്രി കെ രാജൻ പറഞ്ഞൊരു വാചകം ഓർക്കുന്നുണ്ട്. അന്ന് സാധ്യമായ വാഹനങ്ങളെല്ലാം ആ സമയത്ത് നിരത്തി ചൂരൽമലയിലെ ഇപ്പുറത്ത് കൊണ്ടിട്ടു. എല്ലാ തരത്തിലും ലൈറ്റും ഒക്കെ ഇട്ട്. കാരണം അപ്പുറത്തൊക്കെ കുടുങ്ങിപ്പോയ മനുഷ്യർക്ക് തങ്ങളെ രക്ഷിക്കാൻ ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ തന്നെ നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ അടക്കം എല്ലാ തരത്തിലും അങ്ങനെ പിടിച്ചു നിന്ന മനുഷ്യരുണ്ട്. ഈ വലിയ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലൊക്കെ കാപ്പിത്തോട്ടത്തിലേക്ക് കയറിയും കാടുകൾ കയറിയും ഒക്കെ. അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ആദ്യം ഉരുൾ പൊട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീടിൻ്റെ ടെറസിൽ കയറി നിന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഇല്ലാതായിപ്പോയി. ആ വീടടക്കം തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അവരുടെ ആ അതേസമയം വീട് വിട്ട് തൊട്ടടുത്ത് കാപ്പിത്തോട്ടങ്ങളിലേക്കൊക്കെ രാത്രി മുഴുവൻ പോയ മനുഷ്യരുണ്ട്. അവരൊക്കെയാണ് ആ പ്രദേശങ്ങളിൽ ജീവനോടെ ബാക്കിയായിട്ടുള്ളത്.